കോളം മാരത്തോണിൻ്റെ ടേപ്പറിങ് സീരീസ് ഇന്നത്തോടെ തീരുകയാണ്. കാരണം നാളെയാണ് റേസ് ഡേ. അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് ഡേ ആയിരുന്നു. വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേക്ക് ബിബ് കളക്ട് ചെയ്യാൻ വേണ്ടി ലീലയിൽ പോയിരുന്നു. അവിടെയാണ് കോളം മാരത്തോണിൻ്റെ ഓർഗനൈസേഴ്സ് സ്റ്റോളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും വൈഫും കൂടെയാണ് പോയത്. അതുകൊണ്ട് ഇന്ന് വൈഫാണ് വീഡിയോ ഇത്ര എടുത്തത്. സോ നല്ല ക്വാളിറ്റിയുള്ള എൻ്റെ കുറേ വീഡിയോസ് ഇന്ന് കിട്ടി. എല്ലാ കാറ്റഗറീസിനും സെപ്പറേറ്റ് സ്റ്റോൾ അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവിടെ പോയി ജസ്റ്റ് കൺസെൻറ്റ് ഫോമിൽ സൈൻ ഇട്ട് എമർജൻസി കോൺടാക്ട് നമ്പറൊക്കെ ആഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവർ ബിബും പിന്നെ ഈ സ്പോൺസേഴ്സിൻ്റെ ഗുഡീസൊക്കെ ഉള്ള ഒരു കിറ്റുമായിട്ട് നമുക്കത് ഉടനെ തന്നെ ഹാൻഡ് ഓവർ ചെയ്തു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. സോ ചടപടയെന്നെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഈ മറ്റേ ഗുഡീസ് ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നാളത്തെ ഹാഫ് മാരത്തോണിൽ എൻ്റെ ടാർഗറ്റ് ഒരു sub-2 hour ഹാഫ് മാരത്തോൺ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. കോളം മാരത്തോൺ ഞാൻ കഴിഞ്ഞ വർഷം 10K ആണ് ഓടി. എനിക്കൊരു 1 hour 2 minutes കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഒരു sub-2 hour അത്യാവശ്യം എലവേഷനുള്ള ഈ റൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ മോർ ദാൻ ഹാപ്പിയാണ്. എൻ്റെ ഇപ്പോഴത്തെ PB വരുന്നത് ഒരു 1 hour 57 ആണ്. സോ അതിനകത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മോർ ദാൻ ഹാപ്പി. അപ്പോൾ ഈ കിറ്റിനകത്ത് വരുന്ന സാധനങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതുപോലെ റേസ് ടീഷർട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ അല്ലാതെ കുറേ സ്പോൺസേഴ്സിൻ്റെ പ്രോഡക്റ്റ് സാമ്പിൾസ്, പിന്നെ അല്ലാതെ ചില ഡിസ്കൗണ്ട് കൂപ്പൺസ്, കോഡ്സ്, ഇതെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് നോക്കിക്കോ. അതിന് മുന്നേ യൂസ് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് മുന്നേ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കിറ്റിനകത്ത് തന്നെ ഒരു മാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാപ്പ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഴിഞ്ഞം ഡയറക്ഷനിലോട്ട് റൺ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടോളിൽ അങ്ങോട്ട് മാത്രമായിരുന്നു പോയത്. ഈ പ്രാവശ്യം പക്ഷേ വിഴിഞ്ഞം ഭാഗം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോൾ വരെ ഒന്നും പോകുന്നില്ല. അതിന് മുന്നേ ഹാഫ് മാരത്തോൺ നിങ്ങൾ ഈ മാപ്പ് ഇപ്പോൾ കാണുമ്പോൾ കാണുന്ന പോലെ തന്നെ U-turn എടുത്തിട്ട് നമ്മൾ തിരിച്ച് വിഴിഞ്ഞം ഡയറക്ഷനിലോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് ആയി. ബൈപ്പാസ് ആ ഒരു സെക്ഷൻ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ആ ഭാഗത്തും കൂടെ ഓടുന്നുണ്ട്. സോ അവിടെ നമ്മൾ മെയിൻ ബൈപ്പാസ് വഴി ഓടുന്നെങ്കിൽ റോഡ് കുറച്ചും കൂടെ നല്ല കണ്ടീഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതാണ് ഈ പ്രാവശ്യത്തെ റേസ് ടീഷർട്ട്. നാളെ ഞാൻ ഇതായിരിക്കില്ല ഇടുന്നത്, എൻ്റെ ടീഷർട്ടായിരിക്കും. കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പ്രാവശ്യം. ബാക്കിൽ ഒരു കോളം മാരത്തോണ്ട് വലിയൊരു ലോഗോ ഇപ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അത് റേസിന് മുന്നത്തെ ദിവസം ഇലക്ട്രോലൈറ്റ് ലോഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ അത് ചെയ്തു. പിന്നെ റേസ് ഷൂ ക്ലീൻ ആക്കുക എന്നുള്ള ഒരു ചെറിയ ടാസ്കും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളെല്ലാം നടത്തി ഉറങ്ങാൻ പോവുകയാണ്. കാരണം നാളെ രാവിലെ നേരത്തെ എണീക്കണം. റേസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. നാളത്തെ റേസ് റിപ്പോർട്ട് കാണുക. അപ്പോൾ കോളം മാരത്തോൺ ഓടുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ബൈ. നാളത്തെ വീഡിയോ കാണാം. ടാറ്റാ.